ഇതൊരു കഥ മാത്രമല്ല കേട്ടോ, നടന്ന സംഭവമാണ്. ശ്രീ ഗുരുവായൂരപ്പന്റെ കാര്യക്കാരനായിട്ട് ഒരു നമ്പീശൻ ഉണ്ടായിരുന്നു, കണ്ടിയൂർ പറ്റത്തെ നമ്പീശൻ. കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് പാട്ടപ്പിരിവൊക്കെ നടത്തിയിരുന്നത് കേട്ടോ. പല ആളുകളും ദേവസ്വത്തിലേക്കുള്ളതല്ലേ എന്ന് കരുതി പല തവണയും ഈ പാട്ടപ്പിരിവ് നൽകാതിരിക്കാനും അല്ലെങ്കിൽ അതിൽ കള്ളത്തരം കാണിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ നമ്പീശൻ വളരെ കൃത്യതയോടെ എൻ്റെ ഗുരുവായൂരപ്പനുള്ളതാണ്, ഇതിൽ ഞാനൊരു കള്ളത്തരവും കാണിക്കില്ല എന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടി അദ്ദേഹം ഈ പാട്ടപ്പിരിവിനിറങ്ങി. ഇദ്ദേഹം പാട്ടപ്പിരിവിനിറങ്ങിയാൽ മറ്റുള്ള ആളുകൾക്കെല്ലാം ദേഷ്യമായിരുന്നു ഇദ്ദേഹത്തിനോട്. കാരണം ഇദ്ദേഹം കടുകിട വ്യത്യാസമില്ലാതെ കണിശക്കാരനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഗുരുവായൂരപ്പന് വേണ്ടി എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികളും ചെയ്തിരുന്നത്. അന്നൊരു ആറാട്ട് ദിവസം ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് ഈ കുറച്ചു പേര് ചേർന്ന് ഈ നമ്പീശനെ, ഈ കണ്ടിയൂർ പട്ടത്തെ നമ്പീശനെ തല്ലിക്കൊന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്പീശനെ അപായപ്പെടുത്തി എന്നറിഞ്ഞ ആ ഒരു നിമിഷത്തിൽ തന്നെ ആന നടക്കാതായി, മേളക്കാർക്ക് കൊട്ടാൻ സാധിക്കാതായി, എല്ലാവരുടെ ഉള്ളിൽ ഒരു കനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭാരം ഉറഞ്ഞുകൂടാൻ തുടങ്ങി. അങ്ങനെ ഭാരപ്പെട്ട സമയത്ത് എന്തുകൊണ്ടായിരിക്കും മുന്നോട്ട് നടക്കാൻ പറ്റാത്തത് എന്ന് പ്രശ്നം വെക്കാൻ ആചാര്യന്മാരെ വിളിച്ചു വരുത്തുകയും അന്നേരം അവിടെ നിന്ന് തന്നെ പ്രശ്നവിധിയിൽ പറയുകയും ഇങ്ങനെ ഒരു നമ്പീശന് അപായം സംഭവിച്ചതിലുള്ള വിഷമം കൊണ്ടാണ് ഈ എഴുന്നള്ളിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതോടെ ദേവസ്വത്തിലേക്ക് ആള് പോയി. ദേവസ്വത്തിന്റെ ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് കണ്ടിയൂർ പട്ടത്തെ നമ്പീശന്റെ കുടുംബത്തെ ദേവസ്വത്തിലേക്ക് ഏറ്റെടുക്കുകയും അവർക്ക് തുടർന്നുള്ള ജീവിതം സുഗമമാക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്യാം എന്ന് വാക്കുകൊടുക്കുകയും പകരമായിട്ട് ആ നമ്പീശൻ കുടുംബത്തിൽ നിന്ന് ഒരാള് കുളിച്ചു വന്ന ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദുഃഖമില്ല എന്ന് 3 തവണ പറയണം എന്നും നിയമമാക്കി. അങ്ങനെ അദ്ദേഹം വന്ന് ഇവിടെ കുളിച്ചു വന്ന ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ദുഃഖമില്ല 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 എന്ന് 3 തവണ പറഞ്ഞതിന് ശേഷം മാത്രമാണത്രേ ആ വർഷത്തെ ഉത്സവത്തിന്റെ നഗരപ്രദക്ഷിണം പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും ഗുരുവായൂരപ്പന്റെ ഗ്രാമപ്രദക്ഷിണം ആറാട്ട് ദിവസം വടക്ക് വശത്ത് എത്തുന്ന സമയത്ത് ഒരു നിമിഷം കൊട്ടെല്ലാം നിർത്തിവെച്ച്, വാദ്യഘോഷങ്ങളെല്ലാം നിർത്തിവെച്ചതിന് ശേഷം ഈ നമ്പീശൻ ഇന്നും വന്ന് ദുഃഖമില്ല എന്ന് അവരുടെ കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരായിട്ട് ആരാണോ ഉള്ളത് അവർ വന്ന് ദുഃഖമില്ല എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ കാണാൻ സാധിക്കും. ഭക്തവത്സലാനായ ഗുരുവായൂരപ്പന് ഒരു ദുഃഖം മാറ്റാൻ ഒരു നിമിഷം മതി എന്നുള്ള ആ ഒരു കഥയും കൂടിയാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്.